ഇങ്ങനെ ഇപ്പോൾ പോവാം ഇപ്പോൾ പോവാം ഇപ്പോൾ പോവാം എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോകണ രീതിയിൽ അങ്ങനെ പോവില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ ഭക്ഷണം ഉണ്ടാക്കേണ്ട രീതി അതെങ്ങനെയാണ് അന്നത്തെ ജീവിതശൈലി നടന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോകുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോകണ രീതിയിൽ അന്നും 11 വയസ്സിൽ അങ്ങനെ നടക്കണമെന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ എന്തായിരുന്നു അതിന് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ അങ്ങനെ ഇപ്പോൾ പറയാം വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അവിടെ പോവാൻ അവിടെ രക്ഷിക്കാൻ പോകാൻ നമുക്ക് പറ്റില്ല. വെച്ചാൽ ഇവിടുന്ന് അന്നൊന്നും 2001 കൊച്ചിന്നോ കൊച്ചി ഇൻ്റർനാഷണൽ റൂട്ട് അന്ന് വളർന്നിട്ടില്ല. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്ന് അധികം വളർന്നിട്ടില്ല. അവിടെ നിന്ന് അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അമേരിക്കയിലേക്ക് പോകുന്ന രീതിയില്ല. അപ്പോൾ അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് നമ്മൾ പറയണ രീതിക്കനുസരിച്ച് അവരോട് ചെയ്തു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഉയർത്തില്ല. ഉയർക്കുമോ ഉയർത്തില്ല, ഏതാ റിസർവേഷൻ നോ റിസർവേഷൻ അങ്ങനെ വന്നൊന്നല്ല. പറയേണ്ട രീതി എങ്ങനെയാണെന്ന് വരണ രീതി വരണേ അല്ലേ. പറയണ രീതി എങ്ങനെയാണ് പറയണ രീതി. ഇപ്പോൾ ആദ്യം റാഫേൽ എന്ന് പറഞ്ഞ മാല മനുഷ്യൻ എന്താണെങ്കിലും അത് ഏഞ്ചൽസ്, ട്രാവലേഴ്സ്, മെറ്റൽസ് അങ്ങനത്തെ നഴ്സസിൻ്റെയൊക്കെ ഒരു പേരാണ്. അതിനുള്ള രക്ഷാ കവചായ മാലാഖയാണ്. അപ്പോൾ റാഫേൽ വടക്കൻ്റെ അടുത്ത് നെല്ലിക്കുന്ന് ഇവിടുത്തെ ഡയറക്റ്റ്ലി കാണുമ്പോൾ തന്നെ അറിയാം അവർ നെല്ലിക്കുന്ന് പള്ളി സൈറ്റിൽ കാണാം. അപ്പോൾ അത് കണ്ട് അവിടെ സംസാരിച്ച് ഈ കാര്യം സംസാരിച്ച് വരുമ്പോഴാണ് പിന്നെ തോമസ് ചക്കരമട്ടത്തച്ഛൻ അല്ലെങ്കിൽ റോക്കി സാജൻ, ചിയാരം പള്ളിയച്ഛൻ ഈ സാധനം ജസ്റ്റ് എനിക്ക് ഉയർപ്പാൻ കഴിവുണ്ട് ഇങ്ങനെ ഇതൊക്കെ നിർത്തേണ്ട നേരെ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് സംസാരിച്ച് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, ഫോം വിളിച്ചോളൂ, എന്നിട്ട് പോയി ചെയ്യണ കാര്യം പറയണം. അല്ലെങ്കിൽ സമയത്തിന് കാലത്തിനനുസരിച്ച് നടക്കുമ്പോഴാണ് സമയത്തിന് പറയേണ്ട രീതിക്ക് ചെയ്യേണ്ട രീതിക്ക് ചെയ്യുക. അപ്പോൾ അപ്പോഴാണ് ഒരാൾ വെറുതെ പോയി പറഞ്ഞു എന്തോ പറഞ്ഞു അത് വിചാരിച്ച പോലെ നടന്നില്ല എന്നുള്ളതല്ല. അപ്പോൾ ആദ്യം ഫാമിലിയിലുള്ളത് നോക്കാം. ഫാമിലിയിലുള്ളത് എത്ര പേര് മരിക്കാൻ കിടക്കണം, അപ്പോൾ അവരെ തൊട്ട് ഉണർപ്പിക്കാനുള്ള എഴുന്നേൽപ്പിക്കാനുള്ള രീതി വരണം, അത് വരണം. അപ്പോൾ അതൊക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ട 27 എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യണം. ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഏത് രീതിയിൽ പറയണം, എപ്പോൾ എന്ത് കഴിഞ്ഞ് പറയണം, ഏത് രീതിയിൽ പറയണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണേ. അല്ലാണ്ട് വെറുതേക്ക് പറഞ്ഞു ഒന്നും നടന്നില്ല തിരിച്ചു പോന്നു അങ്ങനെയല്ല. അപ്പോൾ തിരിച്ചു പോരണ രീതിയിലല്ല ചെയ്യേണ്ട രീതിക്ക് ചെയ്യുക, ആ രീതിക്ക് പറയാം, അത്ര തന്നെ. മുമ്പ് പരിചയമുള്ളവരോട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ പറയേണ്ട രീതി എങ്ങനെയാണ് ആ രീതിയിൽ പറഞ്ഞ് അപ്പോൾ ആരോട് ആദ്യം പറയേണ്ട രീതിയിലൊക്കെ വരും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എൻ്റെ തുറന്നുമുള്ളതൊക്കെ നോക്കിയിരിക്കേണ്ടത് പോലീസുകാരെ വിളിക്കണം. അതൊക്കെ ആ രീതിയിൽ ചോദിച്ചു വരണമല്ല, ചോദിക്കേണ്ട രീതിയിൽ ഇനി ഡാഡി മമ്മിക്ക് മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഉയർപ്പ് അങ്ങനെ നടന്നില്ലെങ്കിൽ അപ്പോൾ ഡാഡി മമ്മി പറഞ്ഞിട്ടുണ്ട് പണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ കൂടുതലുണ്ട്, നിങ്ങൾ തരണമല്ല എന്ന രീതിയിലിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കാം, എനിക്ക് തരണ്ട, എൻ്റെ കണക്ഷൻ തരണ്ട. നിങ്ങൾ കണക്ഷൻ വെച്ചിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് പറയുമ്പോൾ പോലീസുകാർ വരെ നുണ പറയാണ് അല്ലേ. CBIനെ വിളിച്ച് അന്വേഷിപ്പിക്കണം. നിങ്ങൾ എൻ്റെ തോർന്ന് മുള്ളതൊക്കെ നോക്കിയിരിക്കട്ടെ. അത് പച്ചയ്ക്ക് പറയാൻ കുഴപ്പമില്ല. നിങ്ങൾ തമാശ മോഡിൽ എടുക്കണം. നിങ്ങളുടെ തോർന്ന് മുള്ളത് ഞാൻ നോക്കിയിരിക്കണല്ലോ, മനസ്സിലായി. അപ്പം നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട്. എനിക്ക് തരാത്തത് ക്യാമറ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല നുണ പറഞ്ഞിട്ട് എന്താ കാര്യം. നിങ്ങൾ തോന്നുമ്പോൾ നോക്കിയില്ല. അപ്പം നിങ്ങൾ കാണുന്ന മിസ്റ്റേക്ക് CBIനെ വിളിക്കണം. അത് എൻ്റെ പ്രൈവസി പോകണം, എൻ്റെ പ്രൈവസിയല്ല പോകണേ. അപ്പോൾ അത് അന്വേഷിപ്പിക്കണ്ട. നിങ്ങളുടെ ഒരു കുറ്റബോധം ഉളവാക്കാൻ വേണ്ടി ഞാൻ പറയണേ. മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കുക, പറയേണ്ട രീതിക്ക് പറയണേന്ന്. നിങ്ങൾ എൻ്റെ പ്രൈവസിയിലാണ്ട് നോക്കണം. എന്നിട്ടും നിങ്ങൾ സാധാരണഗതിയിലാണ് പോണേ. ആ രീതി പറയേണ്ട രീതിക്ക് പറയണതിലെ കാര്യം. അല്ലാണ്ട് വെറുതെ എവിടെയോ എന്തോ പറഞ്ഞു തിരിച്ചു പോകുന്നു, കാര്യം ഉണ്ടായില്ല എന്നുള്ള രീതിക്കല്ല വേണ്ടത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അതവരുടെ സമയത്തിന് അല്ലാണ്ട് ഷോടിച്ച നിങ്ങളുടെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ഇപ്പം ധൈര്യം ഇല്ലെങ്കിൽ, നാണം വരണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക ദേഷ്യം വരണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ, അതൊന്നുമല്ല. അങ്ങനെയുള്ളൊരു ഡ്രഗ് അടിച്ച് കുടിച്ച് കുഞ്ഞ് പറഞ്ഞിങ്ങനെ ഇല്ലാണ്ടാവണ രീതിയിൽ നടക്കണം. അതല്ല, ഞാൻ ഒരു സ്ട്രോങ് വേയിൽ നിൽക്കണം. വീക്ക്നെസ് ഇല്ല, സ്ട്രോങ് വേയിൽ നീങ്ങണത്. സമയത്തിന് കാലത്തിനനുസരിച്ച് പറയുക, സമയത്തിന് കാലത്തിനനുസരിച്ച് പ്രസ്താവിക്കുക, സമയത്തിന് കാലത്തിനനുസരിച്ച് എഴുതി പബ്ലിഷ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണോടത്ത് ഡിലീറ്റ് ചെയ്യുക, പറയേണ്ടോടത്ത് പറയുക. അപ്പോൾ കാര്യം നടക്കേണ്ടത് നടന്നാവില്ല. വെറുതെ എവിടെയോ പറഞ്ഞു പക്ഷെ ഒന്നും കാര്യം ഉണ്ടായില്ല, തിരിച്ചു പോന്നു എന്ന് പറയാട്ടോ വല്ല കാര്യം ഉണ്ടോ. അപ്പോൾ അതാ കാര്യം. അത് പറയണേ നിങ്ങൾ അല്ലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിന് ഫിസിക്കൽ വാലിഡേഷൻ ഉണ്ടാവില്ല, പ്രൂഫ് ഉണ്ടാവില്ല എന്ന് പറയണേ. അത് എന്തുണ്ടായാലും എന്തിനും മുതിർന്നാലും
കാര്യമില്ലാണ്ട് തിരിച്ചു വന്നാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്തൊരു ചെറിയൊരു അനക്കമുണ്ടായാലും ഒറ്റ ആരും അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരില്ല എന്ന്. ഒറ്റയാൾ ഇതായിരുന്നോ കാരണം, ഇപ്പം ഈ ഇങ്ങനെ ഒരു അതിൻ്റെ റീസൺ ബിഹൈൻഡ് ഇതായിരുന്നു എന്ന് ചിന്തിക്കാനും പറയാനും ഡിസ്കസ് ചെയ്യൽ മാത്രമായിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ലാണ്ട് ആ ഒറ്റെണ്ണം ഇത് എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കാൻ വരില്ലേ, അന്വേഷിച്ച് വരാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറയണം ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ അന്നേ തൊട്ട് എഴുതിയിരിക്കുന്നത് കള്ളനെ പോലെ അറിഞ്ഞാലും അറിയാത്ത പോലെയാണ്, സമയം കാലം അറിഞ്ഞാലും അറിയാത്ത പോലെയാണ്. പിന്നെ എന്താ, ഫിസിക്കൽ വാലിഡേഷൻ ഉണ്ടാവില്ല, അതിന് പ്രൂഫ് ഉണ്ടാവില്ല. പോപ്പും പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നല്ല സെലക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നടക്കുക. പിന്നെ എന്താ പറയുക, ഒറ്റ ആൾ ഇതിനെക്കുറിച്ച് എന്തുണ്ടായാലും അന്വേഷിച്ച് വരില്ല. ഇപ്പോഴും അതുപോലെ തന്നെ അപ്പോഴും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സമയത്തിന് കാലത്തിനനുസരിച്ച് ഞാൻ പറയാൻ മനസ്സിലാക്കി വെക്കണം. വെറുതെ തിരിച്ചു പോകുന്നോണ്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ പറയുക, യേശു അവർ അങ്ങനെയായിരുന്നു. യേശു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും അവർ ചെയ്യിപ്പിച്ചതാണെങ്കിലും ഫേക്ക് സിറ്റുവേഷൻ ആണെങ്കിലും യേശു എന്താ പറയുക, ഇത് ഞാനാണ് ചെയ്തത്, ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം സ്ഥലം വിടാ ചെയ്യണേ. വേഗം പതുക്കെ കൂടെ വേഗം സ്ഥലം വിട്ടിട്ട് അടുത്ത ഷിപ്പ് കയറി, ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടിൽ കയറിയിട്ട്, മീൻകാരുടെ ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്തെ കരയിലെത്തും. ഗലീലിയാണെങ്കിൽ ഏത് കരയിലെത്തും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ട് അതുപോലെ തന്നെ നടക്കുന്നത്. ഞാൻ സീക്രട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. സീക്രട്ടായിട്ട് ചെയ്തില്ലെങ്കിലും ആരും അന്വേഷിച്ച് വരില്ല. ചിലർ പറയും ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് സാക്രിഫൈസ് ചെയ്യാൻ പുറത്തിറങ്ങിയതുകൊണ്ട്. അപ്പോൾ ഈ അന്നത്തെ സാക്രിഫൈസൊക്കെ തീർന്നു. ഇനി ഹൈ സാലറി മേടിക്കണ ഈ റിപ്പീറ്റഡ് സാക്രിഫൈസ് തട്ടിപ്പിനെ മുഖേന തട്ടിപ്പാന്നുള്ള പോലെ റിമെമ്പറൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഫ്രീക്ക് ഇപ്പോൾ ഇത് ചെയ്യണ പോലെ മൂപ്പന്മാരെങ്ങനെ ചെയ്യണം ക്രിസ്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലൊക്കെ, അവർ ഫ്രീക്ക് ലവ് ചെയ്യണം, ഫ്രീക്ക് ഫുഡ് കൊടുക്കുക, അതിന് കാശ് മേടിക്കലില്ല. ഫുഡ് ഫ്രീക്ക് കൊടുക്കുക, വീട്ടിലുണ്ടാക്കി ഫ്രീ ഫുഡ്, ഫ്രീ എന്താ പറയുക, ഫ്രീ ഫുഡ്, ഫ്രീ ഇപ്പോൾ മുന്തിരി വൈനാണെങ്കിൽ അത് ഫ്രീ മുന്തിരി വൈൻ, അല്ല ആൽക്കഹോളില്ല, ഫ്രീ ഉപദേശം, ഫ്രീ എന്താ പറയുന്നത്, ഫ്രീ സംസാരം, കമ്മ്യൂണിക്കേഷൻ, ഫ്രീ ഷെയറിങ്, ഫ്രീ ലവ് ഷെയറിങ്, അതെല്ലാം അങ്ങനെയാണ്. അതിൽ കുറ്റം പറച്ചിലില്ല, ഒന്നുമില്ല. ആ രീതിക്ക് പങ്കുവയ്ക്കാനുള്ള രീതിയാണ് പറയണത്. അല്ലാണ്ട് സാലറി മേടിച്ചിട്ട് റിമെമ്പറൻസ് എന്നുള്ള തട്ടിപ്പ് എന്നുള്ള പോലെ റിപ്പീറ്റഡ് സാക്രിഫൈസ് വിലയില്ലാണ്ട് ചെയ്യലല്ല. അപ്പോൾ ആ രീതിക്ക് പറയുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാനുള്ളൂ. റിപ്പീറ്റഡ് സാക്രിഫൈസ് റിമെമ്പറൻസ് തട്ടിപ്പ് ചെയ്യാൻ പാടില്ല, സാലറി മേടിച്ച് അത്രേ പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് കുറച്ച് ദീർഘിച്ച പറയണത്, അതൊരു രീതിയിൽ പ്രസ്താവിക്കുമ്പോൾ പറയണ രീതി മനസ്സിലാക്കുക.